السلام عليكم. Welcome to Justin's Guide. أيها الأصدقاء، كيف حالكم؟ أظن أنكم جيدون. نعم، الحمد لله. اليوم نبدأ الوحدة الرابعة في الصف السابع. عنوان وحدتنا العمل والحياة. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് 7ാം ക്ലാസ്സിലെ അറബിക്കിലെ 4ാമത്തെ യൂണിറ്റ് ആണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ യൂണിറ്റിന്റെ പേരെന്താണ്? അൽ അമലു വൽ ഹയാത്തു. അൽ അമലു വൽ ഹയാത്തു പറഞ്ഞാൽ ജോലിയും ജീവിതവും, വർക്ക് ആൻഡ് ലൈഫ് എന്നാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്. അപ്പോൾ ഈ യൂണിറ്റിൽ 3 ചാപ്റ്ററുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ഖദ്ദൂമുൽ അൻസാരി. ഖദ്ദൂമുൽ അൻസാരി അതൊരു ഖിസ്സയാണ് അല്ലേ. ഖദ്ദൂമുൽ അൻസാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഖദ്ദൂം എന്ന് പറഞ്ഞാൽ മഴു, ആക്സ് എന്നൊക്കെ പറയാം, കോടാലി എന്നൊക്കെ പറയാം. ഖദ്ദൂമുൽ അൻസാരി പറഞ്ഞാല് അൻസാരീസ് ആക്സ്, അൻസാരിയുടെ കോടാലി. രണ്ടാമത്തെ ചാപ്റ്റർ മത്ലൂബു മുതർജിമീൻ. അതൊരു അയലാനാണ്. അയലാൻ എന്ന് പറഞ്ഞാൽ എന്താ? പരസ്യം, അഡ്വർടൈസ്മെന്റ് എന്നൊക്കെ പറയാം. പരസ്യത്തിനാണ് അയലാൻ എന്ന് പറയാം. മത്ലൂബു മുതർജിമീൻ, ഒരു ട്രാൻസ്ലേറ്ററെ ആവശ്യമുണ്ട്, വിവർത്തകനെ ആവശ്യമുണ്ട് എന്നൊക്കെ ആണ് ഇതിന്റെ മീനിങ്. ട്രാൻസ്ലേറ്റർ വാണ്ടഡ് എന്ന് പറയാം. പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ അതൊരു മൽലൂമാണ് അല്ലെ. അയ്യുഹൽ ഒമാൽ എന്ന് പറയുന്ന അതൊരു മൻലൂം കവിതയാണ്. അത് ഹേ തൊഴിലാളികളെ, അയ്യുഹൽ ഒമാൽ എന്ന് പറഞ്ഞാല് ഹേ തൊഴിലാളികളെ, ഹേ വർക്കേഴ്സ് എന്നൊക്കെയാണ് അതിന്റെ ഉദ്ദേശം. 62ാമത്തെ പേജിലോട്ട് നോക്കൂ. നുലാഹിലു അനുഅബ്ബിറു. നുലാഹിലു നമുക്ക് ശ്രദ്ധിക്കാം, അനുഅബ്ബിറു എന്നിട്ട് അതിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. മാദാ നറ ഫി ഹാദിഹി സൂറത്തി. നറ ഫി ഹാദിഹി സൂറത്തി അൽ അമ്മാലു യഅമലൂന അൽ മലാബിസ അല്ലേ. താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫസ്റ്റത്തെ ഒരു ജോലിക്കാരി ആരാണ്? അൽ മർഅത്തു യസ്റഉൽ ഖുത്ന. ഒരു സ്ത്രീ പരുത്തി കൃഷി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മൻ യസ്റഉൽ ഖുത്ന, ആരാണ് പരുത്തി കൃഷി ചെയ്യുന്നത്? അൽ മർഅത്തു അല്ലേ, ഒരു സ്ത്രീയാണ്. പിന്നീട് ആ സ്ത്രീ അത് ഒരു പഞ്ഞിയാക്കി എടുത്ത് അത് പിന്നീട് അത് മറ്റൊരു ജോലിക്കാര് എന്ത് ചെയ്തു? ആ പഞ്ഞികളെ നൂലാക്കി എടുക്കുന്നുണ്ട്. പിന്നീട് ആ നൂലുകളൊക്കെ അതൊരു മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫാക്ടറിയിൽ അതിന്റെ ജോലിക്കാര് ആ നൂല് തുണിയാക്കി എടുക്കുന്നു. പിന്നീട് മൻ യഖീത്തുൽ മലാബിസ, ആരാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത്? ഈ തുണികൾ സ്റ്റിച്ച് ചെയ്യുന്നത് ആരാണ്? അൽ ഖയ്യാത്ത് അല്ലേ. അൽ ഖയ്യാത്താണ്, അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ് അൽ ഖയ്യാത്ത്, മെഷീൻ അടിക്കുന്ന ആളാണ്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫി മഹല്ലിൽ അഖ്മിഷ അല്ലേ, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പില് ഡ്രസ്സുകളൊക്കെ തൂങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മൻ കൈഫ യസ്നഉൽ അഖ്മിഷ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ മഹല്ലിൽ അഖ്മിഷ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്? ലിയബിയൽ മലാബിസ അല്ലേ, ലിയബിയൽ മലാബിസ. മൻ യസ്നഉ ഹാദൽ ഖമീസ, ഈ ഡ്രസ്സുകളൊക്കെ ആരാണ് ഉണ്ടാക്കിയത്? അൽ ഖയ്യാത്തു അല്ലേ, നെയ്തെടുത്ത് തുന്നിയെടുക്കുന്നത് ഖയ്യാത്താണ്. അങ്ങനെ ഒരുപാട് ജോലിക്കാരുടെ കരങ്ങളിലാണ് നമ്മൾ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന നമ്മുടെ ഡ്രസ്സിലേക്ക് വരെ എത്തിയിട്ടുള്ളത് അല്ലേ. അയ്യുഹൽ അസ്തിഖായി മാ റിസാലത്തു ഹാദിഹിൻ നസി. ഹായ് കൂട്ടുകാരെ, നമുക്ക് എന്ത് സന്ദേശമാണ് ഇത് കണ്ടപ്പോൾ, ഈ ഒരു പിക്ചർ കണ്ടപ്പോൾ എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത്? انظروا إلى هذه الرسالة. يعتمد الإنسان بعضهم على بعض في حياتهم. لا يقدر الإنسان على حياة بدون تعاون. لكل عمل أهميته ولكل عامل دور هام. എന്താണ് പറയുന്നത് നോക്കാം. യാത്തമതിൽ ഇൻസാൻ, ജനങ്ങൾ എല്ലാവരും അവലംബിക്കുന്നു, ബാലഹും അലാബാല്, ചിലരോട്, ഫി ഹയാത്തിയും അവരുടെ ജീവിതത്തിൽ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവലംബിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ലാ യഖ്ദറുൽ ഇൻസാനു, ജനങ്ങൾക്ക് സാധിക്കുകയില്ല, അലാ ഹയാത്തി അവരുടെ ജീവിതത്തിൽ ബിദൂനി താവനും പരസ്പര സഹകരണത്തോടെ അല്ലാതെ ജീവിക്കാൻ ജനങ്ങൾക്ക് സാധിക്കുകയില്ല. ശരിയല്ലേ? നമ്മുടെ ഓരോ കാര്യങ്ങളും നടന്നു പോകുന്നത് ഓരോരോ ജോലിക്കാരുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ സഹായത്താലാണ് ഓരോ കാര്യങ്ങളും നടന്നു പോകുന്നത് അല്ലേ. ആരുടെ സഹകരണം ഇല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ തന്നെ പറ്റില്ല കേട്ടോ. കാരണം നമുക്ക് ഫുഡും ഡ്രസ്സും മറ്റു കാര്യങ്ങളും എല്ലാം, വണ്ടി കാര്യം എന്തിനും ഒരാളുടെ ഒരു സഹകരണത്തോടെയാണല്ലേ നമ്മൾ കഴിഞ്ഞു പോകുന്നത്.
ലിക്കുല്ലി അമലിൻ അഹമ്മിയത്തൻ, ലിക്കുല്ലി അമലി എല്ലാ ജോലിക്കും ഉണ്ട്, അഹമ്മിയത്തുഹു അതിൻ്റെതായ ഒരു പ്രാധാന്യം തന്നെ ഉണ്ട് അല്ലേ. എല്ലാ ജോലിക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. വലിക്കുല്ലി ആമിലിൻ ദൗറുൻ ഹാമ്, വലിക്കുല്ലി ആമിൽ എല്ലാ ജോലിക്കാർക്കും ഉണ്ട് ദൗറുൻ ഹാമ് ഒരു പ്രധാന ഒരു റോള് തന്നെയുണ്ട് എല്ലാ ജോലിക്കാർക്കും. ഓരോ ജോലിക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഓരോ ജോലിക്കാരും ഒരു പ്രധാന റോള് അവർക്ക് അവരുടെ ജീവിതത്തിൽ വഹിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ പിക്ചർ കണ്ടപ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന സന്ദേശം. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് കടക്കാം. നമ്മുടെ നാലാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ഖദ്ദൂമുൽ അൻസാരി, അൻസാരിയുടെ മഴു അല്ലെ, അൻസാരീസ് ആക്സ് എന്നാണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പേര്. 63-ാമത്തെ പേജിലോട്ട് നോക്കൂ. അപ്പോൾ ആദ്യം നമ്മുടെ വോയിസ് കേൾക്കുന്നതിന് മുമ്പ് പോസ് ചെയ്തിട്ട് എല്ലാവരും ഇതൊന്ന് ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് നമ്മുടെ വോയിസ് കേൾക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ذات يوم كان النبي محمد صلى الله عليه وسلم يجلس مع أصحابه في المسجد النبوي. ذات يوم one day, ഒരു ദിവസം, കാന നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യജ്ലിസു മഅ അസ്ഹാബിഹി തൻ്റെ സ്വഹാബാക്കളുടെ കൂടെ ഇരിക്കുകയായിരുന്നു. യജ്ലിസു ഇരിക്കുകയായിരുന്നു, മഅ അസ്ഹാബിഹി തൻ്റെ കമ്പാനിയൻസ് സ്വഹാബാക്കൾ അവരുടെ കൂടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഫി മസ്ജിദുൻ നബവി, മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയായിരുന്നു. മസ്ജിദുൻ നബവി പറഞ്ഞാൽ എവിടെയാണ്? മദീനയിലാണ് അല്ലെ മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്നത്. അവിടെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വൺ ഡേ ദ പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാസ് സിറ്റിംഗ് വിത്ത് ഹിസ് കമ്പാനിയൻസ് ഇൻ ദി പ്രോഫറ്റ്സ് മോസ്ക്. فأتى رجل من الأنصار إلى النبي صلى الله عليه وسلم يسأله مالا ليسد حوائجه. ഫഅത അപ്പോൾ വന്നു, അത്താറിന് വന്നു. ഫഅത റുജുലുൻ ഒരാൾ വന്നു, മിനൽ അൻസാരി അൻസാരികളിൽപ്പെട്ട ഒരാൾ വന്നു. അൻസാരികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മദീനയിലുള്ളവരാണ് അൻസാരികൾ എന്ന് അറിയപ്പെടുന്നത്. മക്കയിലുള്ളവരെ നമ്മൾ എന്ത് പറയും? മുഹാജിറുകൾ എന്ന് അറിയപ്പെടും അല്ലേ. അപ്പോൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് എത്തിയവരാണ് മുഹാജിറുകൾ. അൻസാരികൾ എന്ന് പറഞ്ഞാൽ മദീനയിൽ ആദ്യമേ ഉള്ളവരും അവര് നബിയെ സ്വീകരിച്ചവരുമാണ് അല്ലേ. അതുകൊണ്ടാണ് അവരെ അൻസാരികൾ എന്ന് പറയാം. അപ്പോൾ ഫഅതാ റജുലുൻ മിനൽ അൻസാരി അൻസാരികളിൽപ്പെട്ട ഒരാൾ നബിയുടെ അടുക്കലേക്ക് വന്നു. ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് വന്നു. യസ്അലുഹു മാലൻ അയാള് യസ്അലുഹു അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മാലൻ ധനം, പൈസ ചോദിക്കാണ്. ലിയസുദ്ദ ഹവായിജുഹു ടു മീറ്റ് ഹിസ് നീഡ്സ് എന്ന് വെച്ചാൽ ലിയസുദ്ദ ഹവായിജു അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പൈസ ചോദിച്ചുകൊണ്ട് ഒരു അൻസാരികളിൽപ്പെട്ട ഒരാള് നബിയുടെ അടുക്കലേക്ക് വരികയാണ്. എ മാൻ ഫ്രം ദി അൻസാർ കെയിം ടു ദ പ്രോഫറ്റ് ആസ്കിംഗ് ഹിം ഫോർ മണി ടു മീറ്റ് ഹിസ് നീഡ്സ്. ഫസഅലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമാ ഫീ ബൈതിക ഷൈഉൻ. ഫസഅലഹു നബി ഫസഅലഹു അപ്പോൾ ചോദിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ഫസഅലഹു പറഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. നബി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അമാഫി ബൈത്തിക ഷൈഉൻ, അമാഫി ബൈത്തിക നിങ്ങളുടെ വീട്ടിൽ ഇല്ലേ, ഷൈഉൻ ഒരു വസ്തു ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അമാഫി ബൈത്തിക ഷൈഉൻ നിങ്ങളുടെ വീട്ടിൽ ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ദ പ്രോഫറ്റ് ആസ്ക്ഡ് ഹിം ഡു യു ഹാവ് നത്തിങ് ഇൻ യുവർ ഹൗസ് എന്നാണ് ചോദിക്കുന്നത്. കാല ബല ഹിൽസുൻ നൽബസു ബാലഹു വനബ്സുതു ബാലഹു വകാബുൻ നശ്റബു ഫീഹി മിനൽ മായി. അദ്ദേഹം പറയണ അൻസാരികളിൽപ്പെട്ട ആള് പറയാണ്, കാല ബല ഉണ്ട്, അതെ എൻ്റെ വീട്ടില് ഉണ്ട്. ഹിൽസുൻ എന്ന് പറഞ്ഞാല് പുതപ്പ്, ഒരു വിരിപ്പുണ്ട്. ഹിൽസുൻ എന്ന് പറഞ്ഞാല് വിരിപ്പ്, ഒരു ബ്ലാങ്കറ്റ് പോലെയുള്ള വിരിപ്പിനാണ് ഹിൽസുൻ എന്ന് പറയാം. ഹിൽസുൻ ഒരു വിരിപ്പുണ്ട്. നെൽബസു അത് ധരിക്കും, നെൽബസു പറഞ്ഞാൽ വിയർ, നെൽബസു ധരിക്കും, അത് ഞങ്ങൾ ധരിക്കും. ബാലഹോ ചിലരത് ധരിക്കും. നബുസുത്തു ബാലഹോ ചിലരത് പുതക്കും എന്നാണ് പറയുന്നത്. ചിലരത് ധരിക്കും, ചിലരത് പുതക്കും. അങ്ങനത്തെ ഒരു തുണി പോലെ ഒരു വിരിപ്പുണ്ട്. അപ്പോൾ കാബുൻ അതുപോലെ തന്നെ ഒരു കാബുൻ കോപ്പയുണ്ട്, കപ്പ്, ഒരു കപ്പും ഉണ്ട്. നഷ്റബു ഫീഹി മിനൽ മായി അതിൽ ഞങ്ങൾ വെള്ളം കുടിക്കും. അങ്ങനത്തെ രണ്ട് സാധനം ഞങ്ങളെ വീട്ടിലുള്ളത് എന്തൊക്കെയാണ്? ഒരു ഹിൽസ് എന്ന് പറഞ്ഞാൽ ഒരു വിരിപ്പുണ്ട്. കാബുൻ അതുപോലെ തന്നെ ഒരു കപ്പും ഉണ്ട്.
അത് മാത്രമേ ഉള്ളൂ ആൾക്ക് എന്ന് പറയാം കേട്ടോ. ഹിസ് സെഡ് യെസ്, എ ബ്ലാങ്കറ്റ് സം ഓഫ് which we wear and some of which we spread out and a cup from which we drink water. ഫത്തലബൻ നബി അയ്യ എത്തിയ ബിഹിമ. ഫത്തലബൻ നബി, അപ്പം നബി ആവശ്യപ്പെടുകയാണ്. ദ പ്രോഫറ്റ് ആസ്ക്ഡ് ഹിം, അവനോട് ആവശ്യപ്പെടുകയാണ്. അയ്യ എത്തിയ ബിഹിമ, അത് രണ്ടും കൊണ്ടുവരാൻ പറയാണ്. അയ്യ എത്തിയ പറഞ്ഞാൽ കൊണ്ടുവരാൻ, ബിഹിമ അത് രണ്ടും. ദ പ്രോഫറ്റ് ആസ്ക്ഡ് ഹിം ടു ബ്രിങ് ദം. فلما أتى بهما أخذهما النبي صلى الله عليه وسلم بيده وقال من يشتري هذين. അങ്ങനെ ഫലമ്മ അത്താ ബിഹിമ, അവ രണ്ടും കൊണ്ടുവന്നപ്പോൾ, ഫലമ്മ അത്താ അത് കൊണ്ടുവന്നപ്പോൾ, ബിഹിമ അവ രണ്ടും, അഹദഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി, നബി അത് നബിയുടെ കയ്യിൽ പിടിക്കുകയാണ്. അഹദഹുമ പറഞ്ഞാൽ അത് എടുത്തു നബി, ബിയദിഹി നബിയുടെ കൈ കൊണ്ട് അത് രണ്ടും എടുത്തു. എന്നിട്ട് വഖാല, എന്നിട്ട് നബി ചോദിക്കാണ്, നബി പറഞ്ഞു, മൻ യശ്തരി ഹാദൈനി, ഇവ രണ്ടും ആര് വാങ്ങും എന്ന് ചോദിക്കാണ്. മൻ യശ്തരി ആര് വാങ്ങും, ഹാദൈനി ഇവ രണ്ടും. ദി പ്രോഫറ്റ് took them in his hand and said, who will buy this എന്ന് ചോദിക്കാണ്. ഖാല അഹദു സഹാബ അന ആഖുദുഹുമാ ബിദിർഹമിൻ. അപ്പോൾ ഖാല അഹദു സഹാബ, സഹാബാക്കളിൽപ്പെട്ട ഒരാള് പറയാണ്, അന ആഖുദുഹുമാ ബിദിർഹമിൻ. അന ആഖുദുഹുമാ എന്നാൽ ഐ വിൽ ബേ ദം എന്ന് പറയണം. അന ആഖുദുഹുമാ അവ രണ്ടും ഞാൻ എടുത്തോളാം, ബിദിർഹമിൻ ഫോർ എ ദിർഹം, ഒരു ദിർഹമിന് അവ രണ്ടും ഞാൻ എടുത്തോളാം എന്ന് ഒരാൾ പറയാണ്. വൺ ഓഫ് ദി അൻസാരി സെഡ് ഐ വിൽ ബേ ദം ഫോർ എ ദിർഹം. ഫഖാല റസൂൽ മൻ യസീദു അലാ ദിർഹമിൻ എന്ന് ചോദിക്കാണ്. ഫഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ യസീദു അലാ ദിർഹമിൻ, ആര് അധികരിപ്പിക്കും, അലാ ദിർഹമിൻ ഒരു ദിർഹം തരാന്ന് ഒരാൾ പറഞ്ഞല്ലോ, അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ആര് തരും എന്ന് ചോദിക്കാണ്. മൻ യസീദു ആര് അധികരിപ്പിക്കും, അലാ ദിർഹമിൻ ഓരോ ദിർഹമിനേക്കാളും. ദ പ്രോഫറ്റ് സെഡ് ഹു വിൽ പേ മോർ ദാൻ എ ദിർഹം എന്ന് ചോദിക്കാണ്. ഫഖാല ആഖിറു അന ആഖുദുഹുമാ ബിദിർഹമൈനി. അപ്പോൾ അതിൽപ്പെട്ട മറ്റൊരാള് പറയാണ്, സ്വഹാബാക്കളിൽപ്പെട്ട മറ്റൊരാൾ പറയാണ്, അന ആഖുദുഹുമ ഞാൻ അത് രണ്ടും സ്വീകരിക്കാം, ബിദിർഹമൈനി രണ്ട് ദിർഹമിന്. അനദർ സെഡ് ഐ വിൽ ബേ ദം ഫോർ 2 ദിർഹംസ് എന്ന് പറയാണ്. ആതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിർഹമൈനി ലിറജുലിൽ അൻസാരി. അങ്ങനെ ആതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകി, ആത്താണ് നൽകി, ദിർഹമൈനി 2 ദിർഹം നൽകി, ലിറജുലിൽ അൻസാരി ആ അൻസാരികളിൽപ്പെട്ട ആൾക്ക് 2 ദിർഹം നൽകുകയാണ്. എന്തിന്, ഹിൽസും കാവും അല്ലെ, ഒരു വിരിപ്പും അതുപോലെ കപ്പും വേറൊരാൾക്ക് സഹാബാക്കളിൽപ്പെട്ട ഒരാൾ 2 ദിർഹമിന് വാങ്ങുകയാണ്. അപ്പൊ ആ ദിർഹമായ ആ 2 ദിർഹം അൻസാരികളിൽപ്പെട്ട ആൾക്ക് കൊടുക്കുകയാണ്. ദ പ്രോഫറ്റ് ഗേവ് ദ 2 ദിർഹംസ് ടു ദ അൻസാരി മാൻ. وقال اشتري بأحدهما طعاما لك ولأهلك واشتري بالآخر قدوما فأتني به. എന്നിട്ട് എന്താണ് പറഞ്ഞത്, വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇഷ്തരി ബി അഹദിഹിമ ഇതിൽ ഒന്നുകൊണ്ട് നീ വാങ്ങ്. ഇഷ്തരി എന്നാൽ നീ വാങ്ങ്, ബി അഹദിഹിമ ഇതിലെ ഒന്നുകൊണ്ട്, ഈ 2 ദിർഹം കൊടുത്തില്ലേ അതിൽ 1 ദിർഹം കൊണ്ട് നീ വാങ്ങ്, ത്വാമൻ ഭക്ഷണം ഫുഡ് വാങ്ങ്, ലക്ക നിനക്കും വലി അഹ്ലിക്ക നിന്റെ കുടുംബത്തിലുള്ളവർക്കും നിന്റെ ഫാമിലിയിലുള്ളവർക്കും നീ ഫുഡ് ഭക്ഷണം വാങ്ങ്. എന്നിട്ട് വസ്തരീബിൽ ആഖിരി രണ്ടാമത്തെ ദിർഹം കൊണ്ട് നീ വാങ്ങ്, ഖദ്ദൂമൻ ഫഅ്തിനി ബിഹി. ഖദ്ദൂമൻ എന്ന് പറഞ്ഞാല് നീ ഒരു മഴു വാങ്ങ്. മഴു അതുപോലെ കോടാലി എന്നൊക്കെ പറയാം. നമ്മൾ മരം വെട്ടുന്ന തടിയൊക്കെ വെട്ടി മുറിച്ച് പീസാക്കി നമ്മൾ വിറകൊക്കെ ഉണ്ടാക്കൂല, അതിന് വേണ്ടിയിട്ട് വെട്ടുന്ന ഇതിനാണ് നമ്മൾ മഴു എന്ന് പറയാം അല്ലേ. അപ്പൊ വസ്തരീബിൽ ആഖിരി രണ്ടാമത്തെ ദിർഹം കൊണ്ട് നീ വാങ്ങ്, ഖദ്ദൂമൻ ഒരു മഴു വാങ്ങ്, ഫഅ്തിനി ബിഹി അതുകൊണ്ട് നീ എൻ്റെ അടുക്കൽ വരൂ. ഫഅ്തിനി പറഞ്ഞാല് നീ എൻ്റെ അടുക്കൽ വരൂ, ബിഹി അതുകൊണ്ട്. And said, buy food for you and your family with one of them, and buy an axe with the other and bring it to me. ഇനി താഴെ നോക്കൂ, 2 ക്വസ്റ്റ്യൻസ് കാണാം, അതിന്റെ ആൻസർ ഒന്ന് കണ്ടെത്താം. ഇലാമൻ അത്തർ റജുലുൽ അൻസാരി, ഇലാമൻ
ആരിലേക്കാണ്? അതർറജുലു അർറജുലുൽ അൻസാരി, അൻസാരികളിൽപ്പെട്ട ആ മനുഷ്യൻ ആരിലേക്കാണ് വന്നത് എന്നൊരു ചോദ്യം. ആരിലേക്കാണ് വന്നത്? ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? അർറജുലുൽ അൻസാരി അത്താ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ് വന്നത്. പിന്നെ വലിമ, എന്തിനു വേണ്ടിയിട്ടാണ്? വലിമ പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എസ് അലുഹു മാലൻ ലിയസുദ്ദ ഹവായിജഹു. എസ് അലുഹു മാലൻ, അദ്ദേഹം പൈസ, ധനം ചോദിച്ചുകൊണ്ടാണ് വന്നത് അല്ലേ? ലിയസുദ്ദ ഹവായിജു, അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ട്, പൈസക്ക് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അതിന്റെ ആൻസർ അങ്ങനെ എഴുതാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ബിക്കം ദിർഹമൻ ഇഷ്തറ റജുലു അൽ ഹിൽസ വൽ കാബ. ബിക്കം ദിർഹമൻ, എത്ര ദിർഹമാണ് ഇഷ്തറ റജുലു, എത്ര ദിർഹമിനാണ് ഇഷ്തറ റജുലു ആ എന്താണ് അൻസാരികളിൽ സ്വഹാബാക്കളിൽപ്പെട്ട ആള് വാങ്ങിയത്? അൽ ഹിൽസ വൽ കാബ. ഹിൽസ് പറഞ്ഞാൽ വിരിപ്പും, വൽ കാബ് പറഞ്ഞാൽ കപ്പും. അപ്പൊ ആ കപ്പും വിരിപ്പും ഒക്കെ എത്ര ദിർഹമിനാണ് വാങ്ങിയത് എന്നാണ് ചോദ്യം. എത്ര ദിർഹമിനാണ് സ്വഹാബി വാങ്ങിയത്? ദിർഹമൈനി എന്ന് എഴുതാം അല്ലേ? ഇഷ്തറ റജുലു അൽ ഹിൽസ വൽ കാബ ബി ദിർഹമൈനി എന്ന് എഴുതാം. ഇനി 64-ാമത്തെ പേജിലോട്ട് നോക്കൂ. ബാദ വക്തിൻ കലീലിൻ ജാ റജുലുൽ അൻസാരിയു ബി ഖദ്ദൂമിൻ ജദീദിൻ. ബാദ വക്തിൻ കലീലിൻ, അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ജാ റജുലു റജുലുൽ അൻസാരി, അൻസാരികളിൽപ്പെട്ട ആള് വരികയാണ്. ബി ഖദ്ദൂമിൻ ജദീദിൻ, ഒരു പുതിയൊരു മഴവുമായിട്ട് വരികയാണ്. ബാദ വക്തിൻ കലീലിൻ, അല്പസമയത്തിന് ശേഷം ജാ റജുലു അർറജുലുൽ അൻസാരി, അൻസാരികളിൽപ്പെട്ട മനുഷ്യന് വന്നു. ബി ഖദ്ദൂമിൻ ജദീദിൻ, ഒരു പുതിയൊരു മഴവുമായിട്ട്. ആഫ്റ്റർ എ ഷോർട്ട് വൈൽ ദ അൻസാരീസ് മെൻ കെയിം വിത്ത് എ ന്യൂ ആക്സ് ഫശദ്ദ ഫീഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊദൻ ബിയദിഹി. ഫശദ്ദ, അങ്ങനെ നബി, ഫശദ്ദ ഫീഹി നബി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടി. ശദ്ദ പറഞ്ഞാൽ കെട്ടുകയാണ്. ഫീഹി, ആ മഴുവിന്റെ ആ തായ്ക്കാണ് ഈ ഖദ്ദൂമ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ആ മഴു കെട്ടുകയാണ്. ഓദം ബിയദിഹി, നബിയുടെ കയ്യിലുള്ള ഒരു കൊള്ളി അതിന്മേൽ വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മള് എന്നാലല്ലേ അതുകൊണ്ട് കൊത്താൻ പറ്റുകയുള്ള ഒരു കൊള്ളി അതിന്മേൽ വെച്ച് കെട്ടുകയാണ്. ആൻഡ് ദ പ്രോഫറ്റ് ടൈഡ് ഇറ്റ് ടു എ സ്റ്റിക്ക് വിത്ത് ഹിസ് ഹാൻഡ്. സുമ്മ ഖാല ഇദ്ഹബ് ഫഹ്തതിബ് വബിഅ വലാ അറയന്നക 15 യൗമൻ. അങ്ങനെ സുമ്മക്കാല, എന്നിട്ട് നബി പറയാണ്, ഇദ്ഹബ്, നീ പോകൂ, ഫഹ്തതിബ്, എന്നിട്ട് നീ വിറക് ശേഖരിക്കും. ഫഹ്തതിബ് എന്ന് പറഞ്ഞാല് നീ എന്താണ്, നമ്മള് കത്തിക്കുന്ന വിറകിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫഹ്തതിബ്, നീ വിറക് ശേഖരിക്കും. എന്നിട്ട് നീ അത് വിൽക്ക്. വല അറയന്നക്ക, നിന്നെ കണ്ടുപോകരുത്. വല അറയന്നക്ക പറഞ്ഞാല് ഞാൻ നിന്നെ ഒരിക്കലും കണ്ടുപോകരുത്. 15 യൗമൻ, 15 പറഞ്ഞാല് 15 ദിവസം. 15 ദിവസം ഞാൻ നീ കണ്ടുപോകരുത്. നീ പോയി വിറക് ശേഖരിക്ക്, എന്നിട്ട് അത് നീ വിൽക്ക്. വബിയ എന്ന് പറഞ്ഞാല് നീ അത് വിൽക്ക്. Then said, go gather firewood and sell it, and do not let me see you for 15 days. فذهب الرجل بالقدوم وعمل به كل يوم. അങ്ങനെ فذهب الرجل, ആ മനുഷ്യന് പോയി. ഫദഹബ പറഞ്ഞാൽ അദ്ദേഹം അപ്പം തന്നെ പോവുകയാണ്. ബിൽ ഖദ്ദൂമി, ആ മഴവുമായിട്ട് പോയി. ആമില, എന്നിട്ട് അദ്ദേഹം ജോലി ചെയ്തു. ബിഹി, ആ മഴവ് കൊണ്ട് അദ്ദേഹം ജോലി ചെയ്തു. കുല്ലയോമിൻ, എല്ലാ ദിവസവും അദ്ദേഹം ജോലി ചെയ്തു. സോ ദ മാൻ ടുക്ക് ദി ആക്സ് ആൻഡ് വർക്ക്ഡ് വിത്ത് ഇറ്റ് എവരി ഡേ. കാന യഹ്തതിബുൽ ഹതബ വയബിഉഹു ഫിസ്സൂഖി വയക്സിബു ദറാഹിമ. അങ്ങനെ അദ്ദേഹം കാന യഹ്തതിബു, അദ്ദേഹം ശേഖരിക്കുകയാണ്. അൽ ഹതബ, അദ്ദേഹം വിറക് ശേഖരിച്ചു. കാന യഹ്തതിബുൽ ഹതബ പറഞ്ഞാല് അദ്ദേഹം വിറക് ശേഖരിച്ചു. വയബിഉഹു, എന്നിട്ട് അദ്ദേഹം അത് വിൽക്കുകയാണ്. ഫിസ്സൂഖി, മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്. വയബിഉഹു, അദ്ദേഹം വിറ്റു. ഫിസ്സൂഖി, മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്. വയക്സിബു ദറാഹിമ, അങ്ങനെ അദ്ദേഹം ദിർഹമുകൾ സമ്പാദിക്കുകയാണ്. He gathered firewood and sold it in the market and earned money. بعد 15 يوما
كسب 10 دراهم واشترى بها ثوبا وطعاما فأتى به إلى النبي صلى الله عليه وسلم. അങ്ങനെ ബാദ 15 യൗമൻ 15 ദിവസത്തിന് ശേഷം കസബ 10 ദറാഹിമി അദ്ദേഹം സമ്പാദിച്ചു. എന്ത്? 10 ദറാഹിമി 10 ദിർഹം അദ്ദേഹം സമ്പാദിച്ചു. അങ്ങനെ വസ്തറാബിഹ അതുകൊണ്ട് അദ്ദേഹം വാങ്ങി, സൗബൻ ഒരു വസ്ത്രം വാങ്ങി, താമൻ ഭക്ഷണമൊക്കെ വാങ്ങി. അതുകൊണ്ട് ഡ്രസ്സും ഫുഡും ഒക്കെ വാങ്ങുകയാണ്. ഫാത്താബിഹിയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അദ്ദേഹം നബിയുടെ അടുക്കലേക്ക് വരികയാണ്. ഏതുമായിട്ട്? ആ ഡ്രസ്സും ഫുഡൊക്കെ ആയിട്ട് നബിയുടെ അടുക്കൽ ഫഅതാബിഹി അതുമായിട്ട് നബിയുടെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ അടുക്കലേക്ക് വരികയാണ്. After 15 days, he lent 10 dirhams, with which he bought garments and food. He bought it to the Prophet. فقال رسول الله صلى الله عليه وسلم هذا خير لك من أن تجي المسألة نكتة في وجهك يوم القيامة. فقال رسول الله നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഹാദാ ഖൈറുൽ ലക ഇതാണ് നിനക്ക് നല്ലത്. The Prophet said, ഹാദാ ഖൈറുൽ ലക നിനക്ക് ഏറ്റവും ബെസ്റ്റ് ഇതാണ്. മിൻ അൻ തജി അൽ മസ്അലത നുക്തതൻ ഫീ വജ്ഹിക യൗമൽ ഖിയാമ. മിൻ അൻ തജി അൽ മസ്അലതു നീ ഒരു ചോദിച്ചു വരുന്നവൻ, ഒരു യാചകനായിട്ട് വരുന്നതിനേക്കാൾ നിനക്ക് നല്ലത് ഇതാണ്. നുക്തതൻ ഫീ വജ്ഹിക നിന്റെ മുഖത്ത് ഒരു ഡോട്ടുമായിട്ട്, ഒരു കുത്തുമായിട്ട് നീ വരുന്നതിനേക്കാൾ, ഒരു സ്പോട്ടിലെ ഒരു നിന്റെ മുഖത്ത് ഒരു യാചകൻ എന്നുള്ളൊരു കുത്തുമായിട്ട് നീ വരുന്നതിനേക്കാൾ നല്ലത് നിനക്ക് ഈ ജോലി ചെയ്യലാണ് എന്നാണ് നബി പറയുന്നത്. യൗമുൽ ഖിയാമ അന്ത്യദിനത്തില്, ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം, ഖിയാമത്ത് നാളില് നീ ഒരു യാചകനായി വരുന്നതിനേക്കാൾ നല്ലത് എന്താണ്? നീ ജോലി ചെയ്ത് ജീവിക്കുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത് എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ബെറ്റർ ഫോർ യു ദാൻ ദാറ്റ് ബെഗിങ് ഷുഡ് കെയിം ആസ് എ സ്പോട്ട് ഓൺ യുവർ ഫേസ് ഓൺ ദി ഡേ ഓഫ് റിസറക്ഷൻ ഡേ. അങ്ങനെ ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി അടുത്തത് എന്താണ്? തദറുബു അല ഖത്തുർ റുക്കായി. ഖത്തുർ റുക്കായി എല്ലാവരും ഒന്ന് പരിശീലിച്ച് നോക്കുക. സീന്, സ്വാദ്, ത്വാ അതിൻ്റെയൊക്കെ മോഡലാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് എഴുതി നോക്കുക, ഹാൻഡ് റൈറ്റിംഗ് ഉഷാറാക്കുക. ഇനി 65-ാമത്തെ പേജിലോട്ട് നോക്കൂ. നഖ്റഉൻ നസ വ നസ്തഖ്രിജുൽ അഫ്ആൽ മുളാറാത്തി വ നക്തുബുഹ ഹസ്ബൽ ലമാഇറി കമാ ഫിൽ മിസാലി. നഖ്റഉൻ നസ നമുക്ക് പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം. നസ്തഖ്രിജു എന്നിട്ട് പുറത്ത് കൊണ്ടുവരാം. അൽ അഫ്ആൽ മുളാറ മുലാരിയായ ഫേലുകൾ. വ നക്തുബുഹ ഹസ്ബൽ ലമാഇറി കമാ ഫിൽ മിസാലി ഇനി താഴെയുള്ള ലമീറുകൾ അനുസരിച്ച് അത് എഴുതുകയും ചെയ്യാം. അപ്പോൾ മുലാരിയായ ഈ പാഠഭാഗത്തിൽ വന്ന മുലാരിയായ ഫീലുകളൊക്കെ കണ്ടെത്തി എഴുതുക. എന്നിട്ട് അതിൻ്റെ ലമീറുകളും അതിൻ്റെ നേരെ എഴുതുക. അപ്പോൾ താഴെ ഒരു മോഡൽ കാണാം, ലമീറുകൾ കൊടുത്തിട്ടുണ്ട്. അൽ ലമായിറു അൽ അഫാൽ മുലാറ എന്ന ഒരു ടേബിളൊക്കെ കൊടുത്തിട്ട് ഹുവ, യസീദു, ഹിയ, തെജിയു എന്നൊക്കെ കാണാം. ഇവിടെ ഞാനൊരു മോഡൽ കാണിക്കാം. ഈ മോഡലിൽ നിന്നും നമുക്ക് നമ്മുടെ ചാപ്റ്ററിലെ പാഠഭാഗത്ത് വന്ന മാലിയായ ഫേലുകളും മുലാരിയായ ഫേലുകളൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാലിയായ ഫേലുകൾ മുലാരിയാക്കിയിട്ട് അതിൻ്റെ ലമീർ എടുത്തെഴുതാം. അപ്പോൾ എജ്ലിസു, യസ് അലു എന്നൊക്കെ ഹുവ എന്ന ലമീറിൽ നേരെ എഴുതാം. പിന്നെ നെൽബസു, നബുസുത്തു, നഷ്റബു, നഹിനു എന്നുള്ളത്. നെൽബസു പറഞ്ഞാൽ ഞങ്ങൾ ധരിക്കുന്നു, നബുസുത്തു ഞങ്ങൾ വിരിക്കുന്നു, നഷ്റബു ഞങ്ങൾ കുടിക്കുന്നു, എത്തി യഷ്തരി എന്നുള്ളത് ഹുവ എന്ന ലമീറിൽ എഴുതാം. എത്തി പറഞ്ഞാൽ കൊണ്ടുവന്നു, യഷ്തരി വാങ്ങി എന്നൊക്കെ. പിന്നെ അതൊക്കെ അതിൻ്റെ ലമീറുകളും കൂടി മനസ്സിലാക്കുക. ആഹുദ് പറഞ്ഞാൽ അന, യസീദ് പറഞ്ഞാൽ ഹുവ, യഹ്തതിബു അതൊക്കെ ഹുവയിൽ പെടും അല്ലേ. യബിയു, യക്സിബു, യക്തസിബു അതൊക്കെ ഹുവയിൽ പെടും. തജിഉ, അന്ത. അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത എന്താണെന്ന് നോക്കാം. കശ്ഫുൽ ഉമ്മാൽ, നമ്മൾ കുറച്ച് ജോലിക്കാരെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ താഴെ കാണുന്നത് പല വിധം ജോലികൾ ചെയ്യുന്ന ആളുകളുടെ പറയുന്ന പേരാണ്. അറബിയിൽ എന്താണ് പറയാമെന്ന് നോക്കാം. സമ്മാക്ക് എന്ന് പറഞ്ഞാൽ മത്സ്യ കച്ചവടക്കാരൻ, ഫിഷർമാൻ എന്നൊക്കെ പറയില്ലേ.
അതിനാണ് സമ്മാക്ക് എന്ന് പറയാം. പിന്നെ ഖയ്യാത്ത് തുന്നൽക്കാരൻ, നമ്മൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാണ് ഖയ്യാത്തുൻ എന്ന് പറയാം. കെഹ്റുബായിൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രീഷ്യൻ, സബ്ബാക്ക് പ്ലംബർ, ദഹാന് പെയിന്റർ, പെയിന്റ് അടിക്കുന്ന ആൾക്കാണ് ദഹാനുൻ എന്ന് പറയാം. ഹല്ലാക്ക് ബാർബർ, സവാക്ക് ഡ്രൈവർ, തൊബ്ബാഹ് പാചകക്കാരൻ, മുസവ്വിർ ഫോട്ടോഗ്രാഫർ, കാത്തിബ് ക്ലർക്ക്, മുഹാസിബ് അക്കൗണ്ടന്റ്, മുഹന്ദിസ് എഞ്ചിനീയർ, തൊബീബ് ഡോക്ടർ, നജ്ജാർ ആശാരി. അപ്പോൾ ഇതിൽ ഒരുപാട് വേർഡ്സുകളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. അറിയാത്ത വേർഡ്സുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, എഴുതി വെക്കുക. 66ാമത്തെ പേജിലോട്ട് നോക്കൂ. നസിലു ബൈനൽ ഒംലാത്തി വൽ ബിലാദി വനക്തുബ് ജുമലൻ കമാഫിൽ മിസാലി. നസിലു ബൈനൽ ഒംലാത്തി വൽ ബിലാദി. താഴെ നമുക്ക് പിക്ചറിൽ കാണാം ഓരോ രാജ്യത്തിന്റെ കറൻസിയും പിന്നെ മറ്റു സൈഡിൽ രാജ്യത്തിന്റെ ഫോട്ടോസും കാണാൻ സാധിക്കും. അപ്പൊ അത് തമ്മിൽ ചേരുംപടി ചേർക്കാനാണ് പറയുന്നത്. വനക്തുബു ജുമലൻ കമാഫിൽ മിസാലി. എന്നിട്ട് അത് താഴെ ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ ഒരു ജുംലയും നമുക്ക് തയ്യാറാക്കി നോക്കാം. അപ്പൊ താഴെ കാണുന്നത് നോക്കും. ഫസ്റ്റത്തെ ആ കറൻസി യുവാനുസീനി. ഇവിടെ ഒരു മോഡല് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യുവാനുസീനി. യുവാനുസീനി പറഞ്ഞാല് നമ്മൾ ചൈനയിലെ കറൻസിയാണ് യുവാന്. യുവാനുസീനി ചൈനയുടെ കറൻസിയാണ്. അപ്പോൾ അത് നമുക്ക് ഫില്ല് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? ചൈനന്റെ നേരെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം അല്ലെ. ചൈനന്റെ രാജ്യത്തിന്റെ നേരെ മാപ്പ് കാണാം. പിന്നെ അതുപോലെ രണ്ടാമത്തെ കറൻസി ഏതാണ്? ഖത്തറിന്റെ ഒരു ഇതൊക്കെ കാണാം. എന്താണ്? ഖത്തറിന്റെ കൊടിയുടെ ചിഹ്നം അല്ലെ, റെഡും വൈറ്റും അല്ലെ ഖത്തറിന്റെ ഫ്ലാഗ് കാണല്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ഖത്തറിന്റെ ആണെന്ന്. അപ്പൊ നമുക്ക് ഖത്തറിന്റെ നേരെ ചേരുംപടി ചേർക്കാം. അപ്പൊ അതിന്റെ യുവാൻ എങ്ങനെയാണ് പറയാ? ഒംലത്ത്. ഒംല പറഞ്ഞാല് ആ കറൻസി. ആ കറൻസി ഏതാണ്? റിയാലു ഖത്തർ എന്നാണ് അറിയപ്പെടുന്നത്. റിയാലു ഖത്തർ. പിന്നെ അടുത്തത് അമേരിക്കയുടെ ഡോളറിന്റെ ഇതാണ് കാണുന്നുണ്ട് അല്ലെ. ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അപ്പൊ അത് യു എസിന്റെ നേരെ ചേരുംപടി ചേർക്കാം. എന്നിട്ട് ആ ഡോളറിന് എന്താ പറയാ? അറബിയില് ഡോളറു അംരീക്കിയുൻ എന്ന് എഴുതി കൊടുക്കാം. പിന്നെ അടുത്തത് എന്താണ്? അടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്നത് 1 ദിനാർ എന്നാണ് അല്ലെ. 1 ദിനാർ ആ കറൻസിമേൽ നമുക്ക് ആ ഒംലത്തുമേല് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ 1 ദിനാർ പറഞ്ഞാല് അപ്പൊ അത് കുവൈത്തിന്റെ ആണ് ദിനാർ അല്ലെ. അപ്പൊ ദിനാറു കുവൈത്തിയുൻ എന്ന് കൊടുക്കാം. ദിനാറു കുവൈത്തിയും. എന്നിട്ട് ചേരുംപടി കുവൈത്തിന്റെ നേരെ ചേരുംപടി ചേർക്കാം. പിന്നെ അടുത്തത് നോക്കൂ, ഇന്ത്യൻ റുപ്പിയാണ് അല്ലെ. അപ്പോൾ എന്ത് എഴുതാം? ഇന്ത്യയുടെ നേരെ ചേരുംപടി ചേർത്തിട്ട് റൂബിയ അൽ ഹിന്ദിയ എന്ന് പറയാം. റൂബിയ അൽ ഹിന്ദിയ. ഇനി നമുക്ക് നക്തുബ് ജുമലൻ കമാഫിൽ മിസാൽ എന്ന് പറഞ്ഞല്ലേ. ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ ഒരു ജുംലയാക്കി എഴുതണം. അപ്പൊ എന്താണ് ഉദാഹരണം? ഒംലത്തു സീനി യുവാനു സീനി എന്ന് എഴുതാം. ചൈനയുടെ നാണയത്തിന് എന്താ പറയാ? യുവാനു സീനി എന്നാണ്. കറൻസിക്ക് പറയാ യുവാനു സീനി എന്നാണ്. പിന്നെ അടുത്തത് എന്താണ്? ഖത്തറിന്റെ ആണ് അല്ലെ. അപ്പൊ ഒംലത്തു ഖത്തർ റിയാലു ഖത്തർ എന്ന് എഴുതാം. പിന്നെ അതുപോലെ അമേരിക്കൻ്റെ ആണ്. അപ്പൊ ഒംലത്തു അമേരിക്ക ഡോളറു അംരീക്കിയുൻ എന്നെഴുതാം. പിന്നെ അടുത്തത് കുവൈത്തിന്റെ ആണ്. അപ്പൊ ഒംലത്തു കുവൈത്തി ദീനാറു കുവൈത്തിയു എന്നെഴുതാം. ഒംലത്തുൽ ഹിന്ദ് അടുത്തല്ലേ. അടുത്ത ഇന്ത്യൻ നാണയാണ്, റുപ്പിയാണ് ഏതാണുള്ളത്. അപ്പൊ ഒംലത്തുൽ ഹിന്ദി റൂബിയ അൽ ഹിന്ദിയ എന്നെഴുതാം. അപ്പോൾ ഇത് സെന്റൻസിലാക്കി ഒന്ന് ഫില്ല് ചെയ്യാം. അടുത്തത് എന്താണെന്ന് നോക്കാം. താറഫുൽ അമല വൽ ഒമ്മാല. നമുക്ക് ജോലിക്കാരെയും ജോലിയൊക്കെ പരിചയപ്പെടാം. അപ്പൊ താഴെ കാണുന്ന പിക്ചറിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഫസ്റ്റത്തെ ഉദാഹരണത്തിൽ കാണാം അന തൊബീബുൻ അഫ്ഹസു അൽ മർല. അന തൊബീബുൻ ഞാൻ ഡോക്ടറാണ്. അഫ്ഹസുൽ മർല ഞാൻ രോഗികളെ പരിശോധിക്കുന്നു. അഫ്ഹസു പറഞ്ഞാൽ ഞാൻ പരിശോധിക്കുന്നു, അൽ മർല രോഗികളെ. പിന്നെ അടുത്തത് നോക്കാം. അടുത്തെന്താണ്? മുഹന്ദിസ് ആണ് അല്ലെ. മുഹന്ദിസ് എന്ന് പറഞ്ഞാൽ ആരാണ്? എഞ്ചിനീയർ. അപ്പൊ അന മുഹന്ദിസുൻ ഉസായിദുന്നാസ അലൽ ബിനായി. ഉസായിദുന്നാസ ഞാൻ ജനങ്ങളെ സഹായിക്കും, അലൽ ബിനായി നിർമ്മാണങ്ങളിലൊക്കെ, കെട്ടിട നിർമ്മാണങ്ങളിലൊക്കെ ഞാൻ ജനങ്ങളെ സഹായിക്കും. പിന്നെ അടുത്തതൊരു ഡ്രൈവർ ആണ് അല്ലെ. അപ്പൊ എന്താണ്? അനസായിക്കും ഞാനൊരു ഡ്രൈവറാണ്. അഖൂദുൽ മർക്കബാത്തു
അക്കൂദുൽ മർക്കബാത്തു, വാഹനങ്ങളൊക്കെ ഞാൻ ഓടിക്കുന്നു. അനസായിക്കുൻ അക്കൂദുൽ മർക്കബാത്തു. ഇനി അടുത്തത് എന്താ കാണാൻ സാധിക്കുന്നത്? അടുത്തത് ഒരു ടീച്ചറാണ് അല്ലേ. അപ്പൊ അവിടെ എന്ത് ചെയ്താ? അന മുദരിസത്തുൻ ഉദരിസത്തുല്ലാബ എന്ന് വെച്ചാല് ഞാനൊരു ടീച്ചറാണ്, ഞാൻ സ്റ്റുഡൻസിനെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു എന്നെഴുതാം. അടുത്തത് ഒരു പോലീസ്മാൻ ആണ് അല്ലേ. അപ്പൊ അവിടെ എന്ത് ചെയ്താം? അനഷുർത്തിയുൻ അഹ്ഫലുന്നാസ എന്നെഴുതാം. അനഷുർത്തിയുൻ ഞാനൊരു പോലീസാണ്, അഹ്ഫലുന്നാസ ഞാൻ ജനങ്ങളെ സംരക്ഷിക്കും എന്നെഴുതാം. പിന്നീട് കാണുന്ന പിക്ചർ എന്താണ്? ഒരു മഴയുമായി നിൽക്കുന്നു. അപ്പൊ ഒരു മരം വെട്ടുകാരനായിരിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്താം? അന ഹത്താബുൻ അഖ്താഉൽ ഖശ്ബ ലിതബ്ഖിത്താമി എന്നൊക്കെ എഴുതാം അല്ലെ. അന ഹത്താബുൻ, ഹത്താബ് എന്ന് പറഞ്ഞാല് ഞാനൊരു വിറക് വെട്ടുകാരനാണ്. അഖ്താഉൽ ഖശ്ബ ഞാൻ മരം മുറിക്കും. അഖ്താഉൽ ഖശ്ബു ലി തൊബഖിത്താമി ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് വിറക് ഞാൻ വെട്ടും എന്ന് പറയാം. അതുപോലെ നിങ്ങളുടേതായ ഭാവനയിൽ നിങ്ങൾക്ക് അറിയാവുന്ന സെന്റൻസുകളൊക്കെ പ്രയോഗിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ 4ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരോടും താങ്ക് യു, ബൈ, അസ്സലാമു അലൈക്കും.